ഹലോ എവ്രി വൺ, ഫുഡ് ഫാഷൻ ഫാബ്രിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു മേക്കപ്പ് കിറ്റ് റിവ്യൂ ആണ്. ഞാനിത് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതാണ് ജസ്റ്റ് ഹെർബ്സിൻ്റെ മേക്കപ്പ് കിറ്റ്. നല്ലൊരു പാക്കിംഗ് ആണ്, നല്ലൊരു ബോക്സിലാണ് ഇത് വന്നിരിക്കുന്നത്. അതിൻ്റെ അറേഞ്ച്മെൻ്റ് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്റ്റായിട്ട് എടുത്തൊന്ന് യൂസ് ചെയ്ത് നോക്കാം. 5 പ്രോഡക്റ്റ്സാണ് ഇതിൽ വരുന്നത്. ഇതാണ് കാജൽ. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കയ്യിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം നല്ലൊരു പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കണ്ണിലേക്ക് എഴുതുമ്പോഴത്തേക്കും ഇത്രയും കളർ കിട്ടത്തില്ല. നമ്മൾ കുറേ തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കളർ കിട്ടത്തുള്ളൂ. ഞാൻ 2 തവണ വരച്ചപ്പോൾ ഇത് കുറച്ചും കൂടെ ഡാർക്കണായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഐറ്റം ഒരു ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് നല്ലൊരു ഷെയ്ഡാണ്, പ്ലം റോസ് ആണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ലിപ്സ് ഇരിക്കും. അത്യാവശ്യം ഒരു ഓക്കെ പ്രൊഡക്റ്റാണിത്. നല്ലൊരു ഷെയ്ഡാണ്. വീഡിയോയിലൊരു അല്പം റെഡിഷ് കളറാണ് തോന്നുന്നതെങ്കിലും ഒറിജിനലി ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് കുറച്ച് ഡ്രൈയിങ് ആയിട്ടാണ് തോന്നിയത്. എങ്കിലും ഒരു ലിപ് ബാമിൻ്റെ കൂടെ അപ്ലൈ ചെയ്താൽ ഓക്കെയാണ്. നെക്സ്റ്റ് ഇവരുടെ തന്നെ ലിപ് ബാമാണ്. ഞാൻ വളരെ എക്സ്പെക്റ്റ് ചെയ്തൊരു പ്രോഡക്റ്റ് ആണെങ്കിലും ഇതാണ് എനിക്ക് ഈ ബോക്സിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റായിട്ട് തോന്നിയത്. ഇത് നല്ല രീതിക്ക് പിഗ്മെൻറ്റഡ് ആണ്, പക്ഷേ ഇത് ഭയങ്കര ഡ്രൈയിങ് ആണ്. നമ്മൾ ചുണ്ടിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്താൽ യാതൊരു എഫക്റ്റും കിട്ടില്ല. സോ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. ഇത് നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഈവൻ ആയിട്ടിരിക്കില്ല. ഇതിനെ കട്ട പിടിച്ചിരിക്കും. ഇത് ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ലിപ് ബാമാണ്. പക്ഷേ ഒരു ലിപ് ബാമിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല. കാരണം ഇത് ഭയങ്കര ഡ്രൈയിങ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അടുത്തത് ഈ കിറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. ഇത് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. ലൈറ്റ് ഷെയ്ഡിൽ ലിപ്സ്റ്റിക്ക് ഇടാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണിത്. കാരണം ഇത് ഇട്ടിട്ടുണ്ടെങ്കിലും അറിയത്തില്ലാത്തൊരു എഫക്റ്റാണിത്. നല്ലൊരു ഷെയ്ഡുമാണ്, പീച്ചി കോറലാണ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. നല്ല ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുന്നത് കൊണ്ട് തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ബ്ലഷായിട്ട് ഉപയോഗിക്കാം. നല്ലൊരു ഷെയ്ഡാണ്, നല്ല ഈസി ആയിട്ട് ബ്ലെൻഡ് ആവും. കുറച്ച് ട്രാൻസ്ഫറബിളാണ്. ഇതിനൊരു ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റ് ഒന്നും കിട്ടില്ല. എങ്കിലും ഇതിൻ്റെ പാക്കിംഗ് ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിലെ എല്ലാ പ്രോഡക്റ്റിനെ അപേക്ഷിച്ച് ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഈ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇതിലെ ലാസ്റ്റത്തെ പ്രോഡക്റ്റ് ഡ്യൂയി ഫിനിഷുള്ള സെറം ഫൗണ്ടേഷനാണ്. ഇതിൽ SPF 30+ അടങ്ങിയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുന്ന ഒരു ഫൗണ്ടേഷനാണിത്. ഫേസിൽ അപ്ലൈ ചെയ്യാൻ നല്ല ഈസിയാണ്. കുറച്ച് മാത്രം എടുത്താൽ മതി നമുക്ക് ഫുൾ ഫേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും എൻ്റെ ഷെയ്ഡല്ല, അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ മുഖം കുറച്ച് ഡള്ളാവുന്നുണ്ട്. പിന്നെ ഇതൊരു മീഡിയം കവറേജൊക്കെ കിട്ടുന്നുള്ളൂ. അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല ഇത്. ഇനി നമുക്ക് ഈ കാജൽ സ്മഡ്ജ് പ്രൂഫ് ആണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ അധികം ബലം കൊടുക്കാതെ ചെറുതായിട്ടൊന്ന് വൈപ്പ് ചെയ്തപ്പോൾ തന്നെ അതിൽ നിന്ന് കറുത്ത കളറിൻ്റെ കയ്യെ പറ്റിയിട്ടുണ്ട്. നമ്മൾ കണ്ണിൽ എഴുതുമ്പോൾ ഇതുപോലെ തന്നെ താഴേക്ക് സ്പ്രെഡ് ചെയ്യും. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് നന്നായിട്ട് കണ്ണിൻ്റെ താഴ്വശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ലിപ്സ്റ്റിക് ആണെങ്കിലും ട്രാൻസ്ഫർ പ്രൂഫൊന്നും അല്ല, കുറച്ചൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. അത്ര ലോങ് ലാസ്റ്റിങ്ങും അല്ല. പിന്നെ വരുന്നത് ലിപ് ബാമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ലിപ് ബാമിന് നല്ല പിഗ്മെൻറ്റേഷനുണ്ട്. പക്ഷേ അത് ചുണ്ടിൽ നിന്ന് പോകാൻ സമയമെടുക്കും, ആ കളറ് പോകത്തില്ല. ഇനി ഈ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണെങ്കിൽ വേഗം തന്നെ ട്രാൻസ്ഫർ ആവുന്ന ഒന്നാണ്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അത് പെട്ടെന്ന് ഇങ്ങനെ മാഞ്ഞു പോകുന്നുണ്ട്. ഈ പ്രൊഡക്റ്റിൻ്റെ ഒറിജിനൽ പ്രൈസായിട്ട് കൊടുത്തിരിക്കുന്നത് 2175 രൂപയാണ്. അത് ഓഫറിലാണ് നമുക്ക് 265 രൂപ റേഞ്ചിൽ കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് ലാഭമാണ്. എങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.